നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്ന പേപ്പറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. BA കോഴ്സുകളുടെ കോംപ്ലിമെൻ്ററി പേപ്പറായ സോഷ്യോളജി സെലക്ട് ചെയ്ത കുട്ടികൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ഈ പേപ്പറിലേക്ക് പോവാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ BA എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഹിസ്റ്ററി, അതേപോലെ തന്നെ സോഷ്യോളജി തുടങ്ങിയ കോംപ്ലിമെൻ്ററി പേപ്പറുകളാണുള്ളത്. അതിൽ സോഷ്യോളജി വരുന്നത് സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലുമാണ്. അതിൽ സെക്കൻഡ് സെമ്മിൽ ഉള്ള പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജിയും തേർഡ് സെമ്മിൽ സോഷ്യോളജി ഓഫ് ഫാമിലി, കിൻഷിപ്പ് ആൻഡ് മാരേജ് എന്ന് പറഞ്ഞ പേപ്പറുമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി. ഇതിൽ 4 മൊഡ്യൂളുകളാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് മൊഡ്യൂൾ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, തേർഡ് കൾച്ചർ ആൻഡ് സൊസൈറ്റി, ഫോർത്ത് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ സൊസൈറ്റി ഇൻ ഇന്ത്യ ടുഡേ. ഈ 4 മൊഡ്യൂളുകളിൽ മുൻ വർഷങ്ങളിലെ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതേപോലെ തന്നെ ആ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂള് സോഷ്യോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ്. അതിൽ സോഷ്യോളജിയുടെ ഡെഫിനിഷൻസ്, നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഈ ഭാഗങ്ങളാണ് ഒരു ഇൻട്രൊഡക്ടറി ടോപ്പിക് എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് വരുന്നത് ബേസിക് കൺസെപ്റ്റ്സുകൾ ആയിട്ടുള്ള സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. അടുത്തതായിട്ട് വരുന്നത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആ 2 കൺസെപ്റ്റുകളെക്കുറിച്ചുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. ഇതിൽ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഒരു എസ്സേക്കൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണ് ഡെഫിനിഷൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ഡിസ്കസ് ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അതിൽ നമുക്ക് പറയേണ്ടത് സോഷ്യോളജി എന്താണെന്നുള്ളൊരു ഭാഗമാണ് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എമർജൻസ് ഓഫ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം, സോഷ്യോളജി പഠിച്ചു വന്ന ആളുകൾക്കറിയാം, ദ വേർഡ് സോഷ്യോളജി ഡിറൈവ് ഫ്രം 2 വേർഡ്സ്, സോഷ്യസ് ആൻഡ് ലോഗോസ്. സോഷ്യസ് എന്ന് പറയുന്ന സൊസൈറ്റി എന്നർത്ഥം വരുന്ന സോഷ്യസും, ലോഗോസ് ഓർ സയൻസ് എന്നർത്ഥം വരുന്ന ലോഗോസും ചേർന്നിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന പദമുണ്ടായിട്ടുള്ളത്. ആ കാര്യങ്ങൾ എഴുതാൻ കഴിയണം. കാരണം 3 മാർക്കിൻ്റെ ചോദ്യത്തിന് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഡിഫൈൻ സോഷ്യോളജി. അതിൽ എന്താണ് സോഷ്യോളജിയുടെ എമർജൻസ്, ഒറിജിൻ എന്നുള്ള കാര്യം പറയുക. പിന്നെ ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് അഗസ്റ്റ് കോംറ്റെയാണ്, ഫ്രഞ്ച് ഫിലോസഫറാണ്. അതേപോലെ തന്നെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അഗസ്റ്റ് കോംറ്റെ, സെക്കൻഡ് ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ, മാക്സ് വെബർ, എമൈൽ ഡർക്കീം ആൻഡ് കാൾ മാർക്സ്, ഈ പറയുന്ന ഫൗണ്ടിങ് ഫാദേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്കറിയാം, അഗസ്റ്റ് കോംറ്റെയും എമൈൽ ഡർക്കീമും ഫ്രഞ്ച് ഫിലോസഫേഴ്സാണ്. മാക്സ് വെബറും കാൾ മാർക്സും ജർമ്മൻ ഫിലോസഫേഴ്സാണ്. സെക്കൻഡ് ഫൗണ്ടിങ് ഫാദറായിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ ഇംഗ്ലീഷ് ഫിലോസഫറാണ്. ഈ ഭാഗങ്ങളാണ്. പിന്നെ അതിൽ 3 മാർക്കിന് വരുന്ന സമയത്ത് എഴുതേണ്ടത് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി. എന്താണ് സോഷ്യോളജി എന്നുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുക. കാരണം നമുക്കറിയാം, ഇൻ സിമ്പിൾ വേർഡ്സ് സോഷ്യോളജി മീൻസ് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സിമ്പിൾ ഡെഫിനിഷൻസിൽ തന്നെ ചെറിയ ഡെഫിനിഷൻസ് നമുക്ക് പറയാൻ കഴിയും. അഗസ്റ്റ് കോംറ്റെയുടെ ഡെഫിനിഷൻ, അതേപോലെ തന്നെ കാൾ മാർക്സിൻ്റെ ഡെഫിനിഷൻ, എമൈൽ ഡർക്കീമിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ തന്നെ ഏറ്റവും ചെറിയ രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ആ ഡെഫിനിഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഗസ്റ്റ് കോംറ്റെ പറഞ്ഞത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫിനോമിന, സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. കാൾ മാർക്സ് പറഞ്ഞത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എമൈൽ ഡർക്കീം പറഞ്ഞത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഇതുകൂടാതെ ജോർജ് സിമ്മൽ, മാക്സ് വെബർ, സോറോക്കിൻ, ഒക്ബേൺ തുടങ്ങിയ ഫിലോസഫേഴ്സൊക്കെ തന്നെ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഏതെങ്കിലും ഒരു 2-3 ഡെഫിനിഷനെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നൊരു ഭാഗം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ് നാച്ചർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്.
എന്താണ് സോഷ്യോളജിയുടെ പ്രകൃതം, എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതാണ്. എൻ്റെ പഠന മേഖല, ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് നാച്ചർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഫിലോസഫർ പേര് നമ്മൾ നോട്ട് ചെയ്യണം, റോബർട്ട് ബേർസ്റ്റഡ്. അദ്ദേഹമാണ് നാച്ചർ ഓഫ് സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ്, സോഷ്യോളജി ഈസ് എ പോസിറ്റീവ് സയൻസ്, സോഷ്യോളജി ഈസ് എ തിയററ്റിക്കൽ സയൻസ് നോട്ട് ആൻ അപ്ലൈഡ് സയൻസ് തുടങ്ങിയ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത് സോഷ്യോളജി ഈസ് എൻ അബ്സ്ട്രാക്റ്റ് സയൻസ്, അതേപോലെ തന്നെ സോഷ്യോളജി ഈസ് എ ജനറൽ സയൻസ് തുടങ്ങിയ ഭാഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നേരം സോഷ്യോളജിയുടെ സ്വഭാവം, ഏതൊക്കെ മേഖലകൾ പഠിക്കുന്നു, ഏതൊക്കെ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യോളജി വിശദീകരിക്കുന്നത്, ആ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ സോഷ്യോളജിയുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോ ടോപ്പിക്കും 1-2 സെൻറ്റൻസിലേക്ക് വിശദീകരിച്ചിട്ട് വേണം എഴുതാൻ. പിന്നീട് വരുന്നൊരു ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ചിലപ്പോൾ അത് സ്കോപ്പ് ആൻഡ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യോളജി എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് സോഷ്യോളജി, അതിൻ്റെ വ്യാപ്തി എന്താണെന്നാണ് പറയുന്നത്. സോഷ്യോളജിൻ്റെ പഠന മേഖല ഉൾപ്പെടെ അതിൻ്റെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഉൾപ്പെടെ വിശദീകരിക്കുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യോളജിയുടെ ഒറിജിൻ, എമേർജൻസ്, ഡെഫിനിഷൻസ് ഒക്കെ ചേർത്തുകൊണ്ട് എഴുതാൻ പറ്റും. 6 മാർക്കിന് വരുന്നൊരു ഭാഗമാണ്. കാരണം സ്കോപ്പ് ഓഫ് സോഷ്യോളജിയിൽ എന്താണ് സോഷ്യോളജി പഠിക്കുന്നത്, ഏതൊക്കെ മേഖലകളെക്കുറിച്ച് പഠിക്കുന്നു, നാച്ചുറൽ പറഞ്ഞ കാര്യങ്ങളും ഉൾപ്പെടുത്താം. അതായത് സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള പഠനമാണ്, സ്വാഭാവികമായിട്ടും സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി നടക്കുന്നതെന്ന് പറയുക. പിന്നെ പ്രധാനപ്പെട്ട മേഖലകൾ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച്, റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ച്, അതേപോലെ തന്നെ സോഷ്യൽ റെഗുലേഷൻസിനെ കുറിച്ച്, ബിഹേവിയറിനെ കുറിച്ച്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്, അതേപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച്, സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അതായത് മോഡേൺ ട്രെൻഡ്സിനെ കുറിച്ച്, അതായത് ഗ്ലോബലൈസേഷൻ, ഇൻ്റർനെറ്റ് റവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നൊരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ കൂടി സ്കോപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയണം. പിന്നീട് വരുന്ന അതിൽ തന്നെ 2 സ്കൂൾ ഓഫ് തോട്ടാണ് സ്കോപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 സ്കൂൾ ഓഫ് തോട്ട്, ഒന്ന് ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടും മറ്റൊന്ന് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടാണ്. ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിനെ മറ്റൊരു പേര് കൂടെ അറിയപ്പെടുന്നുണ്ട്, സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്നാണ്. അതായത് ഫോർമലിസ്റ്റിക് അല്ലെങ്കിൽ ഫോർമൽ സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ പറയാം. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് ജോർജ് സിമ്മൽ, മാക്സ് വെബർ, ഫെർഡിനാൻഡ് ടെന്നീസ്, സ്മോൾ തുടങ്ങിയ ഫിലോസഫേഴ്സാണ് ഈ ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. അവർ പറയുന്നത് സോഷ്യോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണ്, അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഒരു ലിമിറ്റഡ് സ്കോപ്പാണ്, ഒരു പരിമിതമായ വ്യാപ്തിയാണെന്ന് പറയുന്നു. രണ്ടാമത് വരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടാണ്. സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് സ്കോപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടാണ്. സിന്തറ്റിക് സ്കൂൾ എന്ന രീതിയിലൊക്കെ ചിലപ്പം ചോദ്യം വരാം. അതിൽ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് എമൈൽ ഡർക്കീം വരുന്നുണ്ട്, കാൾ മെൻഹെയിം വരുന്നുണ്ട്, മോറിസ് ഗിൻസ്ബർഗ്, LT ഹോബ്ഹൗസ് തുടങ്ങിയ ഫിലോസഫേഴ്സാണ് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. അവർ നേരത്തെ പറഞ്ഞത് ഫോർമലിസ്റ്റിക് പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് സയൻസ് ആണെങ്കിൽ ഇവർ ഡിപെൻഡൻറ്റ് സയൻസ് ആണ്, ഒരു സിന്തസിസ് ഓഫ് സോഷ്യൽ സയൻസ് ആണ് സോഷ്യോളജി എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്കോപ്പാണ് സോഷ്യോളജിക്ക് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ഇത്രയാണ് സ്കോപ്പിൽ പറയേണ്ടത്. ഇതൊരു എസ്സേക്ക് സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ആൻഡ് നാച്ചർ ഓഫ് സോഷ്യോളജി എന്ന രീതിയിൽ ചോദ്യം വരാം. 10 മാർക്കിന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻസ്, നാച്ചർ, അതിൽ റോബർട്ട് ബേർസ്റ്റഡിൻ്റെ പേര്, സ്കോപ്പ് ചേർത്തിട്ട് എഴുതുക. 2 സ്കൂൾ ഓഫ് തോട്ട്, സിന്തറ്റിക്കും ഫോർമലിസ്റ്റിക്കും. ഇത്രയാണ് ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് ഈ മൊഡ്യൂളിൽ വരുന്നൊരു ഭാഗം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ മൊബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ സൊസൈറ്റി എന്താണ്, സമൂഹം എന്താണെന്ന് ഒരു ഭാഗം വരാം. അതൊരു ജനറൽ ടോപ്പിക് കൂടിയാണ്. നേരെ സമൂഹം എന്താണെന്നുള്ള ഒരു ബേസിക് യൂണിറ്റ് ആണെന്നുള്ള രൂപത്തിലൊക്കെ എഴുതുക. പിന്നെ സൊസൈറ്റിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റി, പാസ്റ്ററൽ സൊസൈറ്റി, അഗ്രേറിയൻ സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അന്നേരം ചിലപ്പോൾ ഒരു പാരഗ്രാഫിന് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട്. അന്നേരം സൊസൈറ്റി എന്താണെന്നും അതിൻ്റെ ടൈപ്സും ഡീറ്റെയിൽ ചെയ്ത് എഴുതാൻ പറ്റണം. മറ്റൊന്ന് സോഷ്യൽ ഗ്രൂപ്പാണ്. സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫോർമൽ സോഷ്യൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ സോഷ്യൽ ഗ്രൂപ്പ്, അതേപോലെ ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് തുടങ്ങിയ ഭാഗങ്ങളാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് വരുന്ന ഭാഗത്ത് വരുന്നത്. അതും ചെറിയ മാർക്ക്, ഇൻ ഗ്രൂപ്പ് എന്താണ്, ഔട്ട് ഗ്രൂപ്പ് എന്താണെന്നുള്ളതൊക്കെ വരാറുണ്ട്.
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു പാരഗ്രാഫിനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്താണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എമൈൽ ഡർക്കീം ഡിഫൈൻ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നാണ് പറയേണ്ടത്. ആ എമൈൽ ഡർക്കീം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് കോട്ട് ചെയ്തുകൊണ്ട് എഴുതുക. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്താണെന്ന് പറയുക. അതിൽ പ്രധാനമായിട്ടും എമറി എസ് ബൊഗാഡസ്, ചാൾസ് ഹോട്ടൻ കൂലെ, മാക്കൈവർ തുടങ്ങിയ ഫിലോസഫേഴ്സ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്സ് നമ്മൾ പറയാറുണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളാണ്. ഫാമിലി എന്താണ്, മാരേജ് എന്താണ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതേപോലെ തന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, എത്രയാണ് ആ ഭാഗത്ത് വരുന്നത്. മറ്റൊരു ഭാഗം വരുന്നത് സോഷ്യൽ മൊബിലിറ്റിയാണ്, സാമൂഹ്യ ചലനാത്മകത എന്ന് പറയുന്നത്. ആ രണ്ട് തരത്തിലാണ് പറയുന്നത്, വെർട്ടിക്കൽ മൊബിലിറ്റി ആൻഡ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി. ആ വെർട്ടിക്കൽ തന്നെ അപ്വേർഡ് വെർട്ടിക്കൽ മൊബിലിറ്റിയും ഡൗൺവേർഡ് വെർട്ടിക്കൽ മൊബിലിറ്റി എന്ന രണ്ട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ രണ്ട് ടൈപ്സ് ആയിട്ട്, അതായത് ഒരു വ്യക്തിയുടെ പദവിയിൽ വരുന്ന മാറ്റത്തെ വെർട്ടിക്കൽ മൊബിലിറ്റി ആൻഡ് ഹൊറിസോണ്ടൽ മൊബിലിറ്റി എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്രയാണ് ആ ബേസിക് കൺസെപ്റ്റ്സ് എന്ന രീതിയിൽ വരുന്നത്. മറ്റൊരു ഭാഗം വരുന്നത്, ഈ മൊഡ്യൂളിലെ അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ് എന്നൊരു ഭാഗമാണ്. സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ്, അതായത് സാമൂഹ്യ ശാസ്ത്രവും സാമാന്യ ബോധവും എന്ന രീതിയിൽ. നമുക്കറിയാം സോഷ്യോളജി എന്താണെന്ന് പറയുക, കോമൺ സെൻസ് എന്താണെന്ന് പറയുക. അതുമായിട്ടുള്ള ബന്ധത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നത്. ഒരു പാരഗ്രാഫിനോ അല്ലെങ്കിൽ ചെറിയ മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. മറ്റൊരു അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്ന്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ഫിലോസഫറായിട്ടുള്ള സി റൈറ്റ് മിൽസ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് കൂടിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ആ ബുക്കിൽ പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ആസ് എ സോഷ്യോളജിക്കൽ റീസണിങ്, അതായത് സാമൂഹ്യശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് പറയുക, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇത്രയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. അതിൽ ഒരു എസ്സേക്ക് സാധ്യതയുള്ളൊരു ഭാഗം നാച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മറ്റൊന്ന് കോമൺ സെൻസ് എന്താണെന്നുള്ളത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്നുള്ളത്, പിന്നെ സൊസൈറ്റിയൊക്കെ ജനറലായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അത് ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഭാഗം. ഈ പേപ്പറിലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകൾ സോഷ്യലൈസേഷൻ, അതിൻ്റെ ടൈപ്സ്, ഏജൻസീസ്, ഇമ്പോർട്ടൻസ്. മറ്റൊന്ന് സോഷ്യൽ കൺട്രോൾ, അതിൻ്റെ ടൈപ്സ്, ഏജൻസീസ്, ഇമ്പോർട്ടൻസ്. മറ്റൊരു ടോപ്പിക്ക് വരുന്നത് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിൽ ഇമ്പോർട്ടൻസ് ഓർ റിലവൻസ് ഓഫ് സോഷ്യലൈസേഷൻ ആൻഡ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നൊരു ഭാഗം. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമൂഹ്യവൽക്കരണം. സോഷ്യലൈസേഷൻ മീൻസ് ഇറ്റ് ഈസ് എ മോൾഡിങ് ആൻഡ് ഷേപ്പിംഗ് ദ പേഴ്സണാലിറ്റി ഓഫ് ഹ്യൂമൻ ഇൻഫാൻറ്റ്. അതായത് ഒരു മനുഷ്യ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണെന്ത് പറയുക, സോഷ്യലൈസേഷൻ എന്ന് പറയുക. ഒരു കുട്ടിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണെന്ത് പറയുക, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഫിലോസഫേഴ്സ് WF ഒക്ബേൺ, നിംകോഫ്, ഹോട്ടൺ, ഹണ്ട്, കിംബർലി യങ് തുടങ്ങിയ ഫിലോസഫേഴ്സാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു ഭാഗത്ത് വരുന്നത്. അതിൽ ചിലപ്പം ചെറിയ മാർക്കിന് സോഷ്യലൈസേഷൻ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. നേരം എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസും കൂടെ എഴുതുക. ഒക്ബേണും നിംകോഫ് ഒക്കെ പറയുന്നത് സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ പേഴ്സൺ. ഒരു വ്യക്തിയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണെന്ത് പറയുക, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഹോട്ടൺ ആൻഡ് ഹണ്ട് പറയുന്നത് സോഷ്യലൈസേഷൻ ആസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഇൻറ്റേർണലൈസ് ദ നോംസ് ഓഫ് ഹിസ് ഗ്രൂപ്പ്. ഒരു കൂട്ടത്തിൻ്റെ നിയമങ്ങളെ, ആചാരങ്ങളെ, രീതികളെ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണെന്ത് പറയുക, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണെന്ത് പറയുക, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ. ടൈപ്സ് പ്രധാനമായിട്ടും സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്. 4 രൂപത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി സോഷ്യലൈസേഷൻ, ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ ആൻഡ് റീസോഷ്യലൈസേഷൻ.
ഇതാണ് പ്രധാനമായിട്ടും 4 രൂപങ്ങളുള്ളത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളൂ. പ്രൈമറി എന്താണെന്ന് നമുക്കറിയാം. പ്രൈമറി റിലേഷൻഷിപ്പിൽ, അതായത് ക്ലോസ് കോണ്ടാക്റ്റിൽ നമ്മൾ സാമൂഹ്യവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയ്ക്കാണെന്ന് പറയുക പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത്. ഒരു ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പാണ്, നമ്മളെ ബ്ലഡ് റിലേഷൻഷിപ്പാണ്, കുടുംബത്തിനകത്തൊക്കെ നടക്കുന്ന സോഷ്യലൈസേഷൻ പ്രോസസ്സിനെയാണെന്ന് പറയുക പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞത്. സെക്കൻഡറി, അതേപോലെ തന്നെ തേർഡ് ആൻറ്റിസിപ്പേറ്ററി, 4ാമത് റീസോഷ്യലൈസേഷൻ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഏജൻസീസാണ്. ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ ഡിസ്ക്രൈബ്ഡ് ആസ് 6 ടൈപ്സ്. അതായത് 6 രൂപത്തിലാണ് ഈ ഏജൻസിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് അറിയുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് ഫാമിലി, സ്കൂള്, പിയർ ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ ആൻഡ് അസോസിയേഷൻസ്, മാസ് മീഡിയ, സ്റ്റേറ്റ്. ഇതാണ് പ്രധാനപ്പെട്ട ഏജൻസി പറയുന്നത്. ഫാമിലി എന്താണെന്ന് നമുക്കറിയാം, സ്കൂൾ എന്താണെന്ന് നമുക്കറിയാം, എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത്. പിയർ ഗ്രൂപ്പ്, സമപ്രായ സംഘം, പ്ലേമേറ്റ്സ് എന്നൊക്കെ പറയുന്നത്, അത് ചെറിയ മാർക്കിന് ചോദിക്കാറുണ്ട് പിയർ ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. മറ്റൊന്ന് ഓർഗനൈസേഷൻ ആൻഡ് അസോസിയേഷൻസ്. 5ാമതായിട്ട് മാസ് മീഡിയ, ബഹുജന മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ സാമൂഹ്യവൽക്കരിക്കുന്നത്. ലാസ്റ്റ് ദ സ്റ്റേറ്റ്, രാഷ്ട്രം എങ്ങനെയാണ് ഒരു വ്യക്തിയെ സാമൂഹ്യവൽക്കരിക്കുന്നത് എന്ന രീതിയിൽ. അത് ഏജൻസീസ്, ചിലപ്പോൾ ഒരു എസ്ഐക്കൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി ആണ്. നമ്മളെ സിലബസിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സ്റ്റേജസിൽ നമുക്ക് ഓറൽ, ആനൽ, ഇഡിപ്പൽ സ്റ്റേജ്, അഡോളസൻറ്റ് സ്റ്റേജ്, ഇങ്ങനെയാണ് 4 സ്റ്റേജസാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ജനനം മുതൽ 1 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി സ്റ്റേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഘട്ടമാണ് ഓറൽ സ്റ്റേജ്. 2ാമതായിട്ട് ആനൽ സ്റ്റേജാണ്, ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ സ്റ്റേജാണ്. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയിലുണ്ടാകുന്ന സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഘട്ടത്തിനാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുക. 3ാമതായിട്ട് വരുന്നതാണ് ഇഡിപ്പൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇഡിപ്പസ് സ്റ്റേജ് എന്ന രീതിയിലൊക്കെ പറയാം. അത് 4 വയസ്സ് മുതൽ 12-13 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജാണ്. 2 കോംപ്ലക്സുകൾ വരുന്നുണ്ട്, ഇഡിപ്പൽ കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് അവതരിപ്പിച്ച കാഴ്ചപ്പാടാണ്. ഈ 2 കോംപ്ലക്സുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് ഓഫ് അഡോളസൻ, ജെനിറ്റൽ സ്റ്റേജ് എന്ന രീതിയിലും ഇത് പറയാറുണ്ട്. കൗമാര കാലഘട്ടത്തിലെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ഘട്ടമായിട്ടാണ് ഇതിന് പറയുന്നത് സ്റ്റേജ് ഓഫ് അഡോളസൻസിനെ പറയുന്നത്. അത്രയാണ് അതിൽ വരുന്നത്. അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് സോഷ്യൽ കൺട്രോൾ? ഫോർമൽ സോഷ്യൽ കൺട്രോൾ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ, ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ, ഇൻഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ, ഇതൊക്കെ അതിൻ്റെ ടൈപ്സാണ്. ഏജൻസീസ് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷൻ്റെ ഏജൻസിയൊക്കെ തന്നെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? സോഷ്യൽ കൺട്രോളിന്, സാമൂഹ്യ നിയന്ത്രണത്തിന് സഹായിക്കുന്നൊരു ഏജൻസിയാണ്. മറ്റൊന്ന് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ഘടന, ഒരു സമൂഹത്തിൻ്റെ ഘടകങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അറേഞ്ച്മെൻറ്റിനെ, ക്രമീകരണത്തിനാണെന്ന് പറയുക സാമൂഹ്യ ഘടന എന്ന് പറയുക. സാമൂഹ്യ ക്രമീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ഹയറാർക്കി ഓഫ് സൊസൈറ്റിയാണ്. സമൂഹത്തിലെ തരംതിരിവുകളെ തട്ടുകളായി തരംതിരിക്കുന്നതിനാണ് എന്ത് പറയുക? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന രീതിയിൽ പറയാം. ചിലപ്പോൾ 3 മാർക്കിന് സ്ട്രാറ്റിഫിക്കേഷൻ ഓർ ഹയറാർക്കി എന്താണെന്നൊക്കെ ചോദിക്കാം. ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഈ ടോപ്പിക്ക്. ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. 3ാമത്തെ മൊഡ്യൂൾ വരുന്നത് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന പേരിലാണ്. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് കൾച്ചർ, ഡോമിനൻ്റ് കൾച്ചർ, സബ് കൾച്ചർ, പോപ്പുലർ കൾച്ചർ തുടങ്ങിയ ഭാഗങ്ങളാണ്. പിന്നെ കൾച്ചറൽ ചേഞ്ചസ് ടുഡേ, ഗ്ലോബലൈസേഷൻ, ഇൻ്റർനെറ്റ് റവല്യൂഷൻ, മൾട്ടി കൾച്ചറലിസം. ഇത്രയാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ആദ്യം കൾച്ചർ എന്താണെന്ന് പറയാം. ആ കൾച്ചർ ചെറിയ മാർക്കിനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ്. എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്? അതിൽ ഡെഫിനിഷൻസാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതിൽ ഇ.ബി. ടൈലർ സംസ്കാരത്തെ ആദ്യമായി ശാസ്ത്രീയമായി ആധികാരികമായി ഡിഫൈൻ ചെയ്തൊരു ഫിലോസഫറാണ് എഡ്വേർഡ് ബി ടൈലർ. ഇ.ബി. ടൈലർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റാണ്. അദ്ദേഹമാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എ.ഡബ്ല്യു. ഗ്രീൻ, റോബർട്ട് ബേർസ്റ്റഡ്, മാക്കൈവർ, പേജ്, റാൽഫ് ലിൻഡൻ തുടങ്ങിയ ഫിലോസഫേഴ്സൊക്കെ തന്നെ സംസ്കാരത്തെ നിർവഹിച്ചിട്ടുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിലുടനീളം പഠിച്ചെടുത്തതിനാണ് എന്ത് പറയുക? സംസ്കാരം. സം ടോട്ടൽ ഓഫ് ലേൺ ബിഹേവിയർ, പഠിച്ചെടുത്തതിൻ്റെ മുഴുവൻ തുകയ്ക്കാണ് എന്ത് പറയുക? സംസ്കാരം എന്ന് പറയുക. പിന്നെ സംസ്കാരത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ഭാഷ,
പെരുമാറ്റം, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, വസ്ത്രധാരണ രീതി, ഭക്ഷണക്രമം, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഇതിനെയാണ് എന്ത് പറയുക, സംസ്കാരം എന്ന് പറയുക. അന്നേരം ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അന്നേരം ഡെഫിനേഷൻ എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റണം. പിന്നെ വരുന്നതിൻ്റെ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയാം. സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത: കൾച്ചർ ഈസ് ചേഞ്ച്, കൾച്ചർ ഈസ് ലേൺ, കൾച്ചർ ഈസ് മീനിങ് ഫുൾ, കൾച്ചർ സാറ്റിസ്ഫൈസ് സർട്ടൻ നീഡ്സ്, ക്വാളിറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൾച്ചറിനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. പിന്നെ ചിലപ്പം കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ചില ഭാഗത്തൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൾച്ചറൽ ലാഗ്, സാംസ്കാരിക മാന്ദ്യം എന്ന് പറയുന്നത്, സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ്. അത് അവതരിപ്പിച്ചിട്ടുള്ളത് W.F. ഒക്ബേൺ ആണ്. പിന്നെ ഒരു ഭാഗം പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ. അതിൽ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ, അല്ലെ മെറ്റീരിയൽ കൾച്ചർ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ക്ലാർക്ക് വിസ്ലർ എന്ന് പറഞ്ഞ ഫിലോസഫറാണ് എലമെൻറ്റ്സ് ഓഫ് കൾച്ചറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ഭൗതിക സംസ്കാരവും ഭൗതികേതരമായ സംസ്കാരവും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തിരിച്ചറിയാൻ പറ്റുന്ന സാംസ്കാരിക ഘടകങ്ങളെയാണെന്ന് പറയുക ഭൗതിക സംസ്കാരം എന്ന് പറയുക. നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതീന്ദ്രിയമായ കാഴ്ചപ്പാട്, വിശ്വാസങ്ങൾ, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത സാംസ്കാരിക ഘടകങ്ങളാണ് നോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ എന്ന രീതിയിൽ ചിലപ്പോൾ ഒരു പാരഗ്രാഫിനൊക്കെ വരാൻ സാധ്യതയുള്ളവരാണ്. മറ്റൊന്ന് ഡോമിനൻറ്റ് കൾച്ചർ, അതായത് പ്രബലമായ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏത് സമൂഹത്തിൻ്റെ ആണോ പ്രബലമായി കണക്കാക്കപ്പെടുന്ന സംസ്കാരം, അതിനെ വിശദീകരിക്കുന്നതാണ് ഡോമിനൻറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. സബ് കൾച്ചർ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക വിഭാഗത്തിനിടയിൽ തന്നെയുള്ള ഉപസംസ്കാരങ്ങളെയാണെന്ന് പറയുക സബ് കൾച്ചർ എന്ന് പറയുക. മറ്റൊന്ന് പോപ്പുലർ കൾച്ചർ, അതായത് വളരെ പ്രചാരത്തിലുള്ള, കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന, റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന, പോപ്പുലർ ആയിട്ട് അംഗീകരിക്കപ്പെടുന്ന, ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ഘടകങ്ങളെയാണെന്ന് പറയുക പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്. ഈ പറയുന്ന മൂന്ന് ഭാഗങ്ങളും ഡോമിനൻറ്റ് കൾച്ചർ, സബ് കൾച്ചർ, അതേപോലെ തന്നെ പോപ്പുലർ കൾച്ചർ, ഇതൊക്കെ ചിലപ്പം ചെറിയ മാർക്കിനോ പാരഗ്രാഫിനോ വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൾച്ചറൽ ചേഞ്ചസ് ടുഡേ. അത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് റവല്യൂഷൻ എന്ന രീതിയിലാണ് ചിലപ്പം ചോദിക്കാറുണ്ട്. ആഗോളവൽക്കരണവും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക ഘടകങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അത് ജനറൽ ടോപ്പിക്കാണ്. എന്താണ് ഇൻ്റർനെറ്റ് എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അന്നേരം അത് ജനറലായിട്ട് എഴുതാൻ പറ്റുന്നൊരു ഭാഗമാണ്. എന്താണ് ആഗോളവൽക്കരണം, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് റവല്യൂഷൻ, സോഷ്യൽ മീഡിയയുടെ, അതേപോലെ തന്നെ നമ്മുടെ വിവര സാങ്കേതിക മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായി സംസ്കാരത്തിൽ എങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്കാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. മൾട്ടി കൾച്ചറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സാംസ്കാരിക ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതിനാണ് എന്ത് പറയുക, മൾട്ടി കൾച്ചറലിസം എന്ന് പറയുക. ഒരു ബഹുസ്വരത എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടാണിത്. ഇത്രയാണ് ഈ 3rd മൊഡ്യൂളിൽ വരുന്ന കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്ത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം എസ്സേക്ക് സാധ്യതയുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് പാരഗ്രാഫിനും സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഈ പേപ്പറിലെ അവസാനത്തെ മൊഡ്യൂളാണ് സൊസൈറ്റി ഇൻ ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത്. ഇത് കുറേ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെട്ടൊരു മൊഡ്യൂളാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എത്നോസെൻട്രിസം, അതേപോലെ തന്നെ റീജിയൻ, റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റ്, പിന്നെ ജെൻഡർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ജെൻഡർ എന്ന് പറയുന്നത്. അതിൽ മീഡിയ ആൻഡ് ഹൈപ്പർ റിയാലിറ്റി, ഇത്രയും ഭാഗങ്ങളാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. അതിൽ എത്നോസെൻട്രിസം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സംസ്കാരത്തെ ഉയർന്നതായി കണ്ട് ആ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ട് മറ്റുള്ള സംസ്കാരങ്ങളെ വിലയിരുത്തുന്ന കാഴ്ചപ്പാടിനാണ് എന്ത് പറയുക, എത്നോസെൻട്രിസം എന്ന് പറയുക. പിന്നെ റീജിയൻ, അത് കഴിഞ്ഞ ഏതൊക്കെയോ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ റീജിയണലിസം, അതായത് പ്രാദേശികവാദം എന്താണെന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിലീജിയൻ, ലാംഗ്വേജ്, കാസ്റ്റും ജനറലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ജാതി എന്താണെന്നുള്ളത്. പിന്നെ അതിൽ വരുന്നൊരു ഭാഗമാണ് ജെൻഡർ എന്ന് പറയുന്നത്, ലിംഗഭേദം എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വുമൺ കൺട്രോൾ ബൈ സ്റ്റേറ്റ്, റിലീജിയൻ, ഫാമിലി എന്ന് പറയുന്ന ഒരു എസ്സേ സാധ്യതയുള്ളൊരു ചോദ്യമാണത്. അതായത് ജെൻഡർ ഇഷ്യൂസ് ഇൻ ടുഡേ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് രാഷ്ട്രവും മതവും കുടുംബവും ഒക്കെ എങ്ങനെയാണ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട, അവരുടെ ഇക്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട, ജെൻഡറായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നൊരു ഭാഗമാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നൊരു ഭാഗം മീഡിയ ആൻഡ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗവും, അതായത് മാധ്യമങ്ങൾ, അതേപോലെ തന്നെ സാംസ്കാരികമായ മാറ്റങ്ങൾ എന്നിവയെ പ്രതിപാദിക്കുന്നൊരു ഭാഗം കൂടിയാണിത്. അന്നേരം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ജെൻഡർ, അതേപോലെ തന്നെ വുമൺ കൺട്രോൾ ബൈ സ്റ്റേറ്റ്,
റിലീജിയൻ, ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്ക്. ഇത്രയാണ് ഈ 4th മൊഡ്യൂളിൽ വരുന്നത്. ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ എത്നോസെൻട്രിസം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. റീജിയണലിസം ചോദിച്ചിട്ടുണ്ട്, കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ജെൻഡർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ലിംഗഭേദം എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ഇങ്ങനെയാണ് 4 മൊഡ്യൂൾസ് വരുന്നത്. ഓക്കെ, ഇനി ഈ പേപ്പറിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കുറേ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ചെറിയ മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. അതിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് എത്നോസെൻട്രിസം, സോഷ്യലൈസേഷൻ, കാസ്റ്റ്, റീജിയണലിസം, കസ്റ്റംസ്, സോഷ്യൽ ലോസ്, ഹൈപ്പർ റിയാലിറ്റി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോപ്പുലർ കൾച്ചർ, ഇൻ്റർനെറ്റ്, മൊബിലിറ്റി, അതേപോലെ തന്നെ പ്രൈമറി ഗ്രൂപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡോമിനൻ്റ് കാസ്റ്റ്. അതായത് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് പ്രബലമായ ജാതി. ഇപ്പം ചാതുർവർണ്ണ വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന സമയത്ത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്ന അതിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ജെൻഡർ എന്താണ്, ഫാമിലി എന്താണ്, മെറ്റീരിയൽ കൾച്ചർ എന്താണ്, റിലീജിയൻ എന്താണെന്നുള്ളത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോഷ്യലൈസേഷൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചെറിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്നത് സോഷ്യൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ വേരിയസ് വ്യൂസ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, മറ്റൊന്ന് സോഷ്യൽ മൊബിലിറ്റി, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. പിന്നെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ഇവിടെ പാരഗ്രാഫിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിൽ ഏജൻസി നമുക്ക് അറിയാമല്ലോ, 6 ഏജൻസീസ് ആണ് ഉള്ളത്. പിന്നെ കാസ്റ്റ് ബേസ്ഡ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ, അതൊക്കെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമിൻ്റെ വേസ് ഇൻ വിച്ച് വുമൺ ആർ കൺട്രോൾഡ് ഇൻ ഫാമിലി, ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ, മെറ്റീരിയൽ, നോൺ മെറ്റീരിയൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നേച്ചർ ആൻഡ് സ്കോപ്പ് പാരഗ്രാഫിന് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സോഷ്യൽ ഗ്രൂപ്പ്, അതിൻ്റെ ടൈപ്സ്, സോഷ്യൽ കൺട്രോൾ, അതിൻ്റെ ടൈപ്സ്, പോപ്പുലർ കൾച്ചർ, സബ് കൾച്ചറിൻ്റെ ഡിഫറൻഷിയേഷൻ ഒക്കെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന്. ജെൻഡർ ഇക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഇതൊക്കെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിന് കണ്ടിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ്. എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, അതേപോലെ തന്നെ വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് മൾട്ടി കൾച്ചറലിസം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമിൻ ഹൗ വുമൺ ആർ കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ, അതൊക്കെ എസ് എക്ക് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ ദ ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, ഇതും ഒരു എസ് എ ചോദ്യമായിട്ട് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് എക്സാമിൻ ദ ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റൊന്ന് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് ഏജൻസീസ്, മറ്റൊന്ന് എത്നോസെൻട്രിസം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മീഡിയ ആൻഡ് ഹൈപ്പർ റിയാലിറ്റി, റൈറ്റ് ആൻ എസ്സേ ഓൺ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് റവല്യൂഷൻ. മറ്റൊന്ന് നേരത്തെ വീണ്ടും ആവർത്തിച്ച് കണ്ടിട്ടുള്ള റൈറ്റ് ആൻ എസ്സേ ഓൺ കൺട്രോൾ ഓഫ് ഫാമിലി, സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ ഓഫ് വുമൺ ഡെവലപ്മെൻറ്റ്, അതും ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണ്. മറ്റൊരു ചോദ്യത നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു, റൈറ്റ് ആൻ എസ്സേ ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് റിലവൻസ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഡിസ്കഷനാണ് നടത്തിയിട്ടുള്ളത്. 4 മൊഡ്യൂളിൽ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇത് വെച്ചുകൊണ്ട് ഒരു ലെക്ചർ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട്, ഒരു ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക.